ആരാണ് ബെറ്റർ പേരൻറ്റ്? ഒരു അച്ഛനാണോ ഒരു അമ്മയാണോ? അമ്മ നമ്മളെ പ്രസവിച്ചുകൊണ്ട് അമ്മ ഒരു നല്ല പേരൻ്റ് ആവുകയാണോ, അല്ലാതെ ഒരു അച്ഛൻ ഒരു നല്ല പേരൻ്റ് ആവുകയാണോ? ആൻഡ് വൈ? ലൈറ്റ്സ് ഓഫ് പ്ലീസ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അച്ഛൻ തന്നെയാണ് നല്ലൊരു പേരൻറ്റ്. എൻ്റെ മോളുടെ ഒരു കാര്യം വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ അവളെ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നതും എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ എൻ്റെ ഒരു ഇതിൽ എൻ്റെ അച്ഛൻ എനിക്ക് എപ്പോഴും ഒരു താങ്ങും തണലുമായിട്ട് ഇന്നും എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ അച്ഛനാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും ലവ് മാരേജ് ആയിരുന്നു, പക്ഷേ അതിനൊക്കെ ഇന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഉള്ളത് എൻ്റെ അച്ഛനാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയാം, എൻ്റെ മോളുടെ കാര്യം പറയുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു പേരെന്ന് ഞാൻ പറയാം. എന്നെ താഴ്ത്തി കെട്ടിയിട്ട് പറയുമല്ല, പക്ഷേ എൻ്റെ സന്തുവാണ് ഏറ്റവും നല്ലൊരു അച്ഛനെന്ന് ഞാൻ പറയും. കാരണം അവളുടെ എല്ലാ കാര്യങ്ങളും, എൻ്റെ മോളുടെ എല്ലാ കാര്യങ്ങളും ഒരു അമ്മ. ഞാനിപ്പോൾ നാളെ ഇല്ലാതായാൽ കൂടെ അവൾക്കതിൽ ചിലപ്പോൾ സങ്കടം ഉണ്ടാകും, പക്ഷേ അവളുടെ എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത് അവളുടെ അച്ഛന് മാത്രമായിരിക്കും. ഗുഡ് ചേച്ചി. നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ ഒരു നല്ല ഈ ഹണിമൂൺ എന്ന് ഒരു പറയില്ലേ, ഹണിമൂൺ ടൈം 1 year 2 year 3 year. പിന്നെ ഒരു കുട്ടിയാവുന്നു. കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ ആ ഹണിമൂൺ ലൈഫ് തീരും, അങ്ങനെയാണ് ആൾക്കാർ പറയുക. പിന്നെ നോക്കുമ്പോൾ അച്ഛനും അമ്മയുടെയും ലൈഫിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആ കുഞ്ഞാണ് അവരുടെ ജീവിതം നയിക്കുന്നത്. അത് റൈറ്റ് ആണോ റോങ് ആണോ? ലൈറ്റ്സ് ഓഫ്. എൻ്റെ ലൈഫ് വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ പാർട്ട്ണർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മോള് ജനിച്ചപ്പോഴും അതിനുശേഷവും ഇപ്പോഴും ഞങ്ങളുടെ ഇടയിൽ അതുപോലെ തന്നെയാണ്. 13 years ആവാൻ പോകുന്നു. അപ്പോൾ അതുവരേക്കും എനിക്ക് 2 years കഴിഞ്ഞാണ് മോള് ജനിച്ചത്. അപ്പോൾ അതുവരെ കുറേ ആ മോള് ജനിക്കുന്ന ടൈമിലും കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ അതിനും എൻ്റെ കൂടെ സപ്പോർട്ടായാണ് എൻ്റെ ഹസ്ബൻഡ് നിന്നത്. ഇന്നും എനിക്ക് അതുപോലെ എനിക്ക് എന്താണ് ഇഷ്ടം, ഞാനൊരു CA ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്, പക്ഷേ ഞാൻ അതിൽ ജോബ് ചെയ്യാതെ എൻ്റെ പാഷൻ എന്താണ്, എൻ്റെ എല്ലാത്തിനും എനിക്ക് ഒരു സപ്പോർട്ടാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഈ ഹണിമൂൺ ലൈഫ് തുടർന്ന് ജീവിക്കണം എന്നല്ലേ പറയുന്നത്, കുഞ്ഞ് വന്നാലും വന്നില്ലെങ്കിൽ അല്ലേ? അതെ അതെ, അത് നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കി ജീവിക്കുക. ഹണിമൂൺ സ്റ്റോപ്പ് ആവുന്നില്ല, നമ്മൾ സ്നേഹിച്ച് റൊമാൻറ്റിക്, അതെ, റൊമാൻസ് ഉണ്ടാവുക അല്ലേ? അതെ. വെരി ഗുഡ്. വേറെ എന്തെങ്കിലും പറയാണ്ടോ? ടൈം ഇപ്പോഴും ഉണ്ട്, ലൈറ്റ് വന്നിട്ടില്ല. എല്ലാവരും 4 ആൾക്കാരും കുറച്ച് എന്താ പേടിയുണ്ടോ? സ്മിഷ, അശ്വതി, വിദ്യ ചേച്ചി, എന്തെങ്കിലും പേടി? ചേച്ചിക്ക് പേടിയുണ്ട്. എന്നോട് പറഞ്ഞു, വീട്ടിലെ വക്കീലിന്റെ ചോദ്യം കൊണ്ട് ഞാൻ മടുത്തിരിക്കുക, ഇവിടെ വന്നപ്പോ ശ്വേതാജി ചോദിച്ചു. അല്ല, ലൈറ്റ് പോയി നിൽക്കുമ്പോ ഒരു ടെൻഷൻ. സോ എന്തായാലും നിങ്ങൾ 4 പേരും നന്നായിട്ട് ചെയ്തു. വിദ്യാൻ്റെ ആൻസർ കുറച്ച് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ലൈഫിൽ ബാലൻസ് ചെയ്യാൻ നോക്കുക. നമുക്ക് നമ്മളുടേതായ ഒരു ഫ്രീഡം വേണം, പക്ഷേ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി വിട്ടിട്ട് നമ്മൾ ചെയ്യാൻ പോകരുത്. അത് പോയാൽ നമുക്കൊന്നും കിട്ടില്ല. ബിക്കോസ് നമുക്ക് സക്സസ് മാത്രമേ കിട്ടുള്ളൂ. പൈസ കിട്ടും, സക്സസ് കിട്ടും, പക്ഷേ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് കിട്ടില്ല. നമുക്ക് ഒരു സാധനം നമുക്ക് എല്ലാം കിട്ടില്ല. നമ്മൾ എങ്ങനെ ഇത് ബാലൻസ് ചെയ്യുന്നു, അതാണ് നമ്മളുടെ ഉള്ള കഴിവ്. ഓക്കെ, സോ ഡോണ്ട് ഫൈറ്റ് ഫോർ യുവർ തിങ്, യു വിൽ ഗെറ്റ് വാട്ട് യു വാണ്ട്. ഓക്കെ, ബാക്കി എല്ലാവരും ഓക്കെ. ഗുഡ് ലക്ക്. താങ്ക് യു. സൂപ്പർ.